ബാഹുബലി അങ്ങനൊക്കെ വരുന്നു അവള് പറഞ്ഞതാ നടുവാരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ബാഹുബലി എന്താ പറയാനാന്ന് പറയാ. ഹായ് ഹലോ ദ ഡെയിലി ഡയറിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഇന്നലത്തെ ബാക്കി വീഡിയോ എടുക്കാൻ ഇന്നലത്തെ ബാക്കി ജോലി ചെയ്യാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മുടെ ടെറസിൽ കൃഷി ഒന്ന് നന്നാക്കിക്കൊണ്ടിരുന്നതാണ്, ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല റെനോവേറ്റ് ചെയ്യാനായിരുന്നല്ലോ നമ്മുടെ ഉദ്ദേശം. അങ്ങനെ ഇന്നലെ ഒരു ഹാഫ് നമ്മൾ ക്ലീൻ ചെയ്തായിരുന്നു. ഇന്ന് കുറച്ചും കൂടെ ബാക്കി ക്ലീൻ ചെയ്ത് തക്കാളിയുടെ തൈ നടാനാണ്. പക്ഷെ തക്കാളിയുടെ തൈ നടാനും വേണ്ടി ആയില്ല. അപ്പോൾ ഉണ്ടായിരുന്ന പയറിൻ്റെ ചെടിയൊക്കെ നമ്മൾ നട്ടുവെച്ചു കേട്ടോ. അപ്പോൾ അത് നടാനുള്ള ഗ്രോ ബാഗ് ആ പപ്പ അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്, ആ ബാക്കിൽ കണ്ടില്ലേ. അങ്ങനെ അപ്പോൾ ഇന്നലെ നമ്മൾ ബാക്കി ഇട്ടുകൊണ്ട് ബാക്കി നമ്മൾ തൂത്തുകൂട്ടിയൊക്കെ വെച്ചിരുന്നില്ലേ. അപ്പോൾ അതാ ഞാനിപ്പോൾ എടുത്ത് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒരുവിധം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മുടെ തേക്കിൻ്റെ ഒരു മരം നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഇല ഇവിടെ വീഴുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എല്ലാ ദിവസവും അത് തൂത്ത് വൃത്തിയാക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കുറേയൊക്കെ തൂക്കാൻ പറ്റി. അവിടെ നല്ല കട്ടിക്ക് മണ്ണ് കിടക്കുന്നതുകൊണ്ട് നല്ല പാടായിരുന്നു തൂക്കാനായിട്ട്. അങ്ങനെ ഒരുവിധം എന്താ പറയുക 3/4 പോർഷനും ഞങ്ങൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് അല്ലുമ്മയും എന്നെ എന്താ കാണിക്കാത്തതെന്ന് അപ്പോൾ അല്ലുമ്മയായിരുന്നു ഇപ്രാവശ്യത്തെ ഹൈലൈറ്റ്. ഇന്ന് ജോലി എടുത്തോളാൻ വയ്യാതിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മമ്മി അത് നല്ല വൃത്തിക്ക് ഓരോന്ന് അതായത് ഈ പയറിൻ്റെ ചെടിക്ക് ഒരുപാട് സ്ഥലമൊന്നും വേണ്ട. ഒരു ഗ്രോ ബാഗിനകത്ത് 2 എണ്ണമൊക്കെ ഇരുന്നുള്ളൂ. കാര്യം ഇത് മുകളിലോട്ട് പടരുന്ന ചെടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ ഗ്രോ ബാഗല്ലേ, അതുകൊണ്ട് ഒരു ഗ്രോ ബാഗിനകത്ത് 2 തൈ. പിന്നെ ആ ചാക്ക് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, ഇന്നലെ ഫില്ല് ചെയ്ത് വെച്ചില്ലായിരുന്നു. പപ്പയുടെ ഹെൽപ്പറാട്ടോ ഓടി പോകുന്നത് ഇടയ്ക്ക് ഇതാ പോകുന്നത് അടുത്തത്. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് ക്ലിയർ ചെയ്ത് വന്ന് അപ്പോൾ താഴെ വെച്ചിരിക്കുന്നത് പടവലങ്ങയുടെയും പിന്നെ വഴുതനങ്ങയുടെ തൈയും കേട്ടോ താഴെ വെച്ചേക്കുന്നത്, ബ്രിഞ്ചോൾ. അതിൻ്റെ ഇടയ്ക്ക് ഇതേ അല്ലുമ്മ വീണ്ടും ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞ് ഇന്ന് അവിടെ കണ്ടോ പപ്പയായിട്ട് ഭയങ്കര ജോലിയില്ല. നടക്കട്ടെ, പിള്ളേർ ഇതൊക്കെ പഠിക്കണ്ടായോ. അങ്ങനെ ഇപ്പം വല്ലപ്പോഴും ഉള്ളൂ കേട്ടോ ഇങ്ങനെ മൂടുമായിട്ടിരിക്കുന്നത്. അല്ലാത്ത സമയത്ത് എന്തെങ്കിലും ഒരു സഹായമൊക്കെ ചോദിച്ചാൽ അമ്മയ്ക്ക് എന്താ ചെയ്താ എന്ന് ചോദിക്കുന്ന ആളാണ്. പിന്നെ കുറേ നേരം അല്ലുമ്പോൾ സൈക്കിളൊക്കെ ചവിട്ടി അങ്ങനെ താണ്ട് ഈ ഒരു സൈഡ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇത്രയും സ്ഥലം മതി നമുക്ക് ചെടി വെക്കാനായിട്ട്. ബാക്കി ഇനി അപ്പുറത്തെ സൈഡും ഉണ്ട്, താഴോട്ടും ഉണ്ട്. അത് നമുക്ക് പിന്നെ ക്ലീൻ ചെയ്യാം. താണ്ട് ഇതാ കുറച്ച് ഇരിക്കുന്ന തക്കാളിയുടെ തൈ, അത് കിളിച്ചില്ല. 2 ഇലയും കൂടെ വന്നാലല്ലേ അതെടുത്ത് മാറ്റി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയെന്ന് പറഞ്ഞാൽ പന്തൽ കെട്ടണം. പന്തലിൻ്റെ ഒരു പകുതി പോർഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ കിളിച്ച് വരുന്നതിന് മുന്നേ അടുത്ത പന്തൽ കെട്ടണം. അപ്പോൾ അതിനും അറിയാമല്ലോ, ഞാൻ മറ്റേ സ്ക്രാപ്പിനകത്തുനിന്ന് എടുത്താൽ നമ്മളിതിപ്പോൾ എല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ആക്രിക്കടയിലൊക്കെ പോയിട്ട് വേണം വല ഒപ്പിച്ചിട്ട് വരാൻ. അവിടെ നിന്ന് വല നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇതാണ്ട് ഇത് കണ്ടോ എങ്ങനെ പറ്റിയെന്ന് അറിഞ്ഞില്ല, അത് ഒരെണ്ണം ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞു. പക്ഷേ കുഴപ്പമില്ല, അത് വന്നോളും. ഇത് സ്ഥിരമാണ് ഇതിനകത്ത്. അപ്പോൾ മമ്മി അതിനൊരു കമ്പ് കുത്തി കൊടുക്കുക കേട്ടോ. കമ്പ് കുത്തി അതിലൊന്ന് ഇതായിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ ഇന്നത്തെയും പരിപാടികളൊക്കെ ഒരുവിധം ഒതുക്കി. അപ്പോൾ അവിടെ നേരത്തെ ഗ്രോ ബാഗ് പപ്പ നിറയ്ക്കുന്നുണ്ട്. പോകുന്നു ഈ എല് പോലെ വേണം. അപ്പോൾ പപ്പ ഓരോന്നിനെ പറഞ്ഞു വിടുന്നതാണ്. പിന്നെ കുറേ നേരം സൈക്കിൾ ചവിട്ടി അങ്ങനെയൊക്കെ നടന്നു. അപ്പോൾ ഇതായിരുന്നു ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ ഹെൽപ്പർ ഇയാളായിരുന്നു. അങ്ങനെ അവിടെ പപ്പ ഗ്രോ ബാഗ് നിറച്ച് വെച്ചെല്ലാം ഇപ്പോൾ ഈ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമില്ലേ അവിടെ കൊണ്ടുവന്ന് അടുക്കിയായിരുന്നു. അവിടെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓരോ തൈയായിട്ട് കൊണ്ടുവന്ന് നട്ടാൽ മതിയല്ലോ. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ജോലി വേഗം തീർന്നു കേട്ടോ. കാര്യം ഇന്ന് ഫുള്ള് ക്ലീനിങ് ഇല്ലായിരുന്നു, ജസ്റ്റ് ഒരു 3/4 ക്ലീനിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു സ്ഥലത്ത് ഞങ്ങൾ കൊണ്ടുവന്ന് ഗ്രോ ബാഗ് വെച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് അല്ലുവിനോട് ഓരോ ജോലി പറയുന്നതിൻ്റെ കേട്ടോ. അവളി ഇതാക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡസ്റ്റ്പാൻ എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അത് സൈക്കിളിലെ പോയി എടുത്തോട്ട് വരത്തോളം എന്നും പറഞ്ഞ് വഴിയൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. വൈൻഡപ്പ് ചെയ്യുക. കാര്യം ബാക്കി ഇനി ഇതൊക്കെ കിളിക്കുമ്പോഴത്തേക്ക് ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാം. ഒരുവിധമൊക്കെ എല്ലാം ആയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഏതെങ്കിലും പുതിയ വിത്ത് വല്ലതും കിട്ടുവാണെങ്കിൽ അതിൻ്റെ തൈ കൊണ്ടുവന്ന് അത് കിളിപ്പിച്ച് തൈ മേളി വെക്കാമെന്നാണ്. ഇതിപ്പോൾ എങ്ങനെ പോയാലും 1 മാസം കൂടെ എടുക്കും കേട്ടോ. ഇത് നല്ല പഴയ പോലെ ആയി എടുക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് അല്ലുമ്പോൾ കുറച്ച് നേരം സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ച് താഴെ ഇറങ്ങി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് പോകുമ്പോൾ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് അപ്പോൾ കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ബൈ.